ഇവിടെ അവിടെ വന്നില്ല പറയുന്നു. അവിടെ വന്നില്ലേ ചോദിക്കുന്നുണ്ട് കൊച്ചിൻ്റെ അടുത്ത്. വിക്കി ഇവിടെ ഇന്നലെ വന്നു പറയുന്നുണ്ട്. വിക്കിയോടെ ഇറ്റാച്ചി നീ ഓട്ട് കിണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാ? ആ ഡി പി മാറ്റിയതുണ്ടായില്ലേ. ഓക്കെ ഇറ്റാച്ചി ഓട്ട് എന്താ ചോദിക്കുന്നുണ്ടാ. വിക്കി എണ്ണാൻ വരും പക്ഷേ ഗേറ്റ് അടയ്ക്കും നേരത്തെ കൊണ്ട് കൊച്ചു. ഷാനി ചേച്ചി എന്നോട് പറയണട്ടാ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി എനിക്ക് എഴുതാനാണ് ഒരു ചാപ്റ്റർ ആ ബുക്കിൽ തന്നിട്ട്. അത് ശരി, അപ്പം നീ തന്നെയാണല്ലോ മണ്ട. എനിക്ക് ഓർമ്മ അറിയില്ല പറഞ്ഞപ്പോൾ എനിക്ക് അകപ്പകച്ചു പോയി. എൻ്റെ ബാല്യം അത് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് വന്നത് അറിയുന്നുണ്ട്. ഓക്കെ മനസ്സിലായി, ഇപ്പോൾ അമ്മയുണ്ട്. വിക്കി അത് എന്തിനു കൊച്ചു നോക്കിയിട്ട് വിക്കി ഏക്കരോട് അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. ഓക്കെ ഏക്കരോട് ഓക്കെ ഇപ്പം മനസ്സിലായി, ഇപ്പം മനസ്സിലായി. അമ്മയുടെ ഫോണിൽ നിന്ന് നോക്കി. ഇറ്റാച്ചി അറ്റാക്ക് നോ ടൈറ്റൻസ് കാണാറുണ്ടോ ചോദിക്കുന്നുണ്ട്. കൊച്ചു നിങ്ങളുടെ പ്രേമ കല്യാണം ആയിരുന്നു. യെസ് പ്രേമ കല്യാണമായിരുന്നു. എന്ത് പറ്റി ചോദിക്കാനായിട്ട്? ഇല്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറ്റാച്ചി. വിക്കണ്ണ നേരത്തെ അങ്ങ് അടയ്ക്കും വീട്ടുകാർ വീട് കണ്ടിട്ടാ ഗേറ്റ്. നമ്മുടെ ടീച്ചർ അമ്മ വന്നില്ല. ആ ടീച്ചർ പനിയാണ്, പുതച്ച് മുടിയിട്ട് കിടക്കാണ്. കണ്ണ് തുറക്കുമ്പോൾ തലവേദന എടുക്കുക, ഫോൺ നോക്കുമ്പോൾ തലവേദന എടുക്കാറുണ്ട്. അപ്പോൾ ഫുൾ റെസ്റ്റ് എടുത്തോ, ഫോൺ നോക്കുന്നു വേണ്ടതെന്ന് നമ്മൾ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് പായി പറഞ്ഞു. ഷൈനിസ് ഫഹു ഞാൻ പോവാണ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഷൈനിസ്. ഓക്കെ താങ്ക് യു മക്കളുടെ അടുത്ത് പറഞ്ഞുള്ള ഹാപ്പി ക്രിസ്മസ്, ചേട്ടനായി പറഞ്ഞുള്ള ഹാപ്പി ക്രിസ്മസ് ഒക്കെ. ഷൈനിസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ സുനിഷ ഞാൻ നാളെ ഫോൺ ചെയ്തിട്ട് പറയാട്ടെ, ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം. ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി ബുക്കിന്റെ അവസാനം വേണമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതാട്ടോ പറഞ്ഞിട്ടാ. അയ്യോ വേണ്ട ഇറ്റാച്ചി അത് നീ കണ്ട് നോക്ക് സെറ്റാണെന്ന് പറഞ്ഞിട്ടാ വെച്ചും തോന്നി മോനെ എന്ന് പറഞ്ഞിട്ടാ. അലി എന്ത് ലവ് മാരേജ് എന്നല്ല. ഓക്കെ ഞാൻ ആ കണ്ടിന്യൂഷൻ വിട്ടു ബ്രോ, അതുണ്ടായത്. ഏക്കടിയുടെ ഇപ്പോൾ നെയ്മ് അഖിൽ എന്നാണ് ഇട്ടതെന്ന്. ഓക്കെ അത് മനസ്സിലായിട്ടാ, ഇപ്പം മനസ്സിലായിട്ടാ, ഇപ്പം എല്ലാം ക്ലിയർ ആയി, ഇപ്പോൾ ഓർമ്മ വന്നു. ചേച്ചി എന്തൊക്കെ കണ്ടാലാണ് ടൈമില്ല ബ്രോ, എന്തൊക്കെ കണ്ടാൽ ആണ് ടൈമില്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ബട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്, രാവിലെ പണിയുണ്ട് എന്നുണ്ട് അലി. ഓക്കെ താങ്ക് യു. ഞങ്ങൾ നിർത്താറായി. നമ്മളിതേ കൊച്ചിനോട് കുറച്ച് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തായി. 14 അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഇട്ടാലി. എല്ലാ ദിവസവും നമ്മുടെ ലൈവ് വന്നോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക. വന്നതിൽ നമുക്കതാണ് നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ലൈവിൻ്റെ. ഓക്കെ സപ്പോർട്ട് ചെയ്തോളൂട്ടാ. ഏക്കയുടെ നെയിം നാളെ എന്നാ പരിപാടി ചെയ്തിട്ടാ. നാളെ പ്രത്യേകിച്ച് പരിപാടികളില്ല, പിള്ളേരൊന്നും ഇല്ല ഇവിടെ വീട്ടിൽ. പിള്ളേർക്ക് ഇവിടെ വീട്ടിലാണ് ക്രിസ്മസിന് വെക്കേഷൻ പോയിരിക്കാം. ഞാൻ സാധാരണ വണ്ടി എടുക്കാൻ പോവും, പിന്നെ ചിക്കൻ ഉണ്ടാവും വീട്ടിൽ, അത് വെച്ച് ചോറുന്നാ തന്നെ. പിന്നെന്താണ് വിക്കി കറക്റ്റ് ലീവ് ടൈം തന്ന പണി അല്ല, കറക്റ്റ് ലീവ് ടൈമിൽ തന്നെ പനി വന്നല്ലോ. ചിലപ്പോൾ ബർത്ത്ഡേ ആഘോഷം കിട്ടിയ ബർത്ത്ഡേ ആഘോഷത്തിൽ കിട്ടിയതായിരിക്കാന്ന് പറഞ്ഞിട്ടാ. ആർക്കെങ്കിലും പനി ഉണ്ടാവില്ലേ ഇറ്റാച്ചി? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനിമി കാണും മാങ്ങ. അനിമ കാണും, മാങ്ങ വായിക്കും. എങ്ങനെ സാധിക്കുന്നോ എന്തോ ഇരിക്കുന്നുണ്ട് കൊച്ചു. സമ്മതിക്കണം അവനെ കണ്ടിട്ടാ ചേച്ചി. സൽസൻ ഹായ് പറയുന്നുണ്ട്. സൽസ ഹായ്, എന്താണ് വിശേഷം? ലൈക്ക് അടിച്ചോളൂട്ടാ, സപ്പോർട്ട് ചെയ്തോളൂ. ക്രിസ്മസ് ആയിട്ട് ഒരു സമ്മാനം ലൈക്ക് ചെയ്ത് തന്നോളൂ. എന്തിൻ്റെ വിശേഷം ഇറ്റാച്ചി? ചിലരൊക്കെ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാ. ഫിദ ചേച്ചി വരാറില്ലേ കൊച്ചു? ഇതിൻ്റെ ടോക്ക് കഴിഞ്ഞോ? ഇതൊരു ഒന്നും മനസ്സിലായില്ല വർത്താനം. ഫിദ വരാറില്ല. ഫിദ അന്ന് വന്ന ലാസ്റ്റ് തന്നെ, പിന്നെ വന്നിട്ടില്ല. ഞാൻ പൊറോട്ടോ മാങ്ങ റീഡ് ചെയ്യാറുണ്ട് കണ്ടിട്ടാ ഇറ്റാച്ചി. വിക്കി എപ്പോഴും ഞാൻ അങ്ങോട്ട് കണ്ട് വിക്കിയും പോവാണല്ലേ. ഓക്കെടാ, അധികം റിസ്ക് എടുക്കണില്ല. ഉറങ്ങൂ കുട്ടി ഉറങ്ങൂ, ഞങ്ങളും ഉറങ്ങാൻ പോവുകയാണ്.
പിന്നെ എന്താണ് ഇറ്റാച്ചി ഞാൻ മാങ്ങ